സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അഭിലാഷം സിനിമയുടെ സംവിധായകൻ അറസ്റ്റിൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംവിധായകൻ അറസ്റ്റിൽ. അഭിലാഷം സിനിമയുടെ സംവിധായകനായ ഷംസുദ്ദീനാണ് അറസ്റ്റിലായിരിക്കുന്നത്. നിർമ്മാതാവായ ആൻസരിക ആന്റണി നൽകിയ പരാതിയിലാണ് നടപടി. ഇന്നലെ രാത്രിയാണ് തൃപ്പൂണിത്തറ പോലീസ് ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. കരാറിനേക്കാൾ കൂടുതൽ തുക സിനിമാ ചിത്രീകരണത്തിനായി കൈവശപ്പെടുത്തിയെന്നാണ് നിർമ്മാതാവ് നൽകിയിരിക്കുന്ന പരാതി. സിനിമാ ചിത്രീകരണത്തിനിടയിൽ വിശ്വാസവഞ്ചന കാണിച്ചെന്നും പരാതിയിലുണ്ട്. കൊടിമരക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ. 30 പവൻ സ്വർണത്തിന്റെ കണക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ. കൊടിമരത്തിൽ ഉപയോഗിച്ചതിന്റെ ബാക്കി സ്വർണത്തിന്റെ കണക്കില്ല. 30 പവൻ സ്വർണം ബാക്കി വന്നെന്നാണ് ദേവസ്വം ബോർഡിന്റെ അനുമാനം. ഈ സ്വർണം താഴികക്കുടത്തിൽ പൂശുകയോ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ സംശയം ശരിവയ്ക്കുകയാണ് സംസ്ഥാന വിജിലൻസും. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി 9 കിലോ 570 ഗ്രാം സ്വർണമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിൽ 9 കിലോ 340 ഗ്രാം സ്വർണമാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി ഉപയോഗിച്ചത്. ബാക്കി വന്ന 30 പവൻ സ്വർണത്തിന്റെ കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ പക്കലില്ല. കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്ക് നിർബന്ധിത അവധി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടറോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന ആവശ്യപ്പെട്ടു. ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള, പോറ്റിയെ തള്ളി ജയറാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളി നടൻ ജയറാം. ഇന്നലെ ഇഡിക്ക് മുന്നിലെത്തി ജയറാം നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ലെന്നും അനധികൃത ഇടപാടുകൾ അറിയില്ല എന്നുമായിരുന്നു ജയറാം നൽകിയ മൊഴി. 3.5 മണിക്കൂറോളമാണ് ജയറാമിന്റെ മൊഴി എടുത്തത്. തനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞുവെന്നാണ് ജയറാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജയലക്ഷ്മി സിൽസിലെ തീപിടുത്തം. ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. പാളയത്തെ ജയലക്ഷ്മി സിൽസിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നതോടെ തീപിടുത്തത്തിന്റെ കൃത്യമായ ഉറവിടം വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. അപകട സമയത്ത് ഓഫ് സീസൺ ആയിരുന്നതിനാൽ കടയിൽ ഉപഭോക്താക്കൾ കുറവായിരുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കി. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും സാധിച്ചു.